A small disclaimer, the claims mentioned in this video are based on Rohan Mehta's personal account as presented in his social media thread. These allegations have not been independently verified and further investigation is required to substantiate them. As with all sensitive information, viewers are encouraged to await additional confirmation from official sources before drawing definitive conclusions. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാനൊരു ഡിസ്ക്ലെയിമർ നൽകിയത്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ വർക്ക് ചെയ്യുന്ന രോഹൻ മെഹ്തയുടെ ഒരു വെളിപ്പെടുത്തൽ ഏകദേശം 40 മിനിറ്റ് ദൈർഘ്യമുള്ള യൂട്യൂബ് വീഡിയോ ആയിട്ട് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപ് പുറത്തേക്ക് വരികയുണ്ടായി. ആ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് അധികം മാധ്യമങ്ങൾ ഒരു വാർത്തയൊന്നും നൽകിയില്ല. എന്നാൽ ആ ഒരു വീഡിയോയിൽ പറയുന്ന പല ക്ലെയിമുകളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള എവിഡൻസുകളുടെ ഒരു ലിസ്റ്റ് തന്നെ അദ്ദേഹം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആ ഒരു എവിഡൻസുകളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം അതിനെക്കുറിച്ചൊരു കാര്യമായി മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം പറയുന്ന ക്ലെയിമുകളെ വീണ്ടും ഒരു വെരിഫിക്കേഷന് വിധേയമാക്കേണ്ടതുണ്ട് എന്നുണ്ടെങ്കിലും അത് ആളുകളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. ഇന്ത്യയിലെ വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറയുമ്പോൾ വീണ്ടും പറയുന്നു, അവരൊരു സ്പെഷ്യൽ കാറ്റഗറി ഒന്നുമല്ല. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സേവനം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തോടും നിങ്ങൾ ചെയ്യുന്ന തൊഴിലിനോടും ആത്മാർത്ഥത ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനത്തിലെ ആ ഒരു സിസ്റ്റത്തിലെ ചില കറപ്ഷൻസ് നിങ്ങൾ പുറത്തു വന്ന് പറയും. അങ്ങനെ പുറത്തു വന്ന് പറയുമ്പോൾ നിങ്ങൾക്കെതിരെ ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉണ്ടാവാം, നിങ്ങളുടെ ജീവന് തന്നെ അത് ഭീഷണിയായിട്ട് മാറാം. എന്നാൽ കറപ്ഷൻസ് അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്യമവുമായിട്ട് രാജ്യം മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ആ ഒരു സേവനം അത്രയധികം വിലപ്പെട്ടതാണ്. 2001 ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു സംരക്ഷണം വേണമെന്ന് പറയുന്നുണ്ട്, ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് അത് പൂർണ്ണാർത്ഥത്തിൽ പ്രാവർത്തികമാകാൻ 2014 വരെ കാത്തിരിക്കേണ്ടി വന്നു. ഈ കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഉദ്യമത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. രോഹൻ മെഹ്ത എന്ന ഒരു ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലുകളിലേക്ക് നമുക്ക് പോകാം. ഞാൻ സ്ക്രീൻഷോട്ട്സ് മാത്രമേ ആഡ് ചെയ്യത്തുള്ളൂ, കാരണം ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് മുൻപിലേക്ക് എളുപ്പത്തിന് വായിച്ചു തരികയാണ്. ഒരു ഇൻഫർമേഷൻ പോലും മിസ്സാവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വീഡിയോസ്, എക്സ്പ്ലനേഷൻസ്, ന്യൂസ് ഒക്കെ കാണുന്നതും കേൾക്കുന്നതും നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് പേഴ്സണൽ ഗ്രോത്തിനെ വല്ലാതെ സഹായിക്കുന്നുണ്ട്. പേഴ്സണൽ ഗ്രോത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതേപോലെ തന്നെ പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഫിനാൻഷ്യൽ ഗ്രോത്തിന്റെ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ്. കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക ഭദ്രതയെ തകർക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾക്കെതിരെ മുൻകരുതൽ എടുത്തിട്ടായിരിക്കണം ഫിനാൻഷ്യൽ ഗ്രോത്തിന്റെ ആദ്യ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങേണ്ടത്. സേവ് ചെയ്യുന്നതിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ഒക്കെ തൊട്ട് മുന്നേ നമ്മൾ ഉറപ്പാക്കുക അപ്രതീക്ഷിതമായിട്ട് അസുഖങ്ങൾ കുടുംബത്തിലുള്ള ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുമോ? അപ്രതീക്ഷിതമായിട്ട് വരുന്ന അസുഖങ്ങൾക്കെതിരെ പോരാടി ഹോസ്പിറ്റൽ ബില്ല് അടച്ച് ഒത്തിരിയധികം കുടുംബങ്ങൾ സാമ്പത്തിക ബാധ്യതയിലേക്ക് പോകുന്നുണ്ട്. ഇവിടെയാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രാധാന്യം. ഇപ്പോൾ 300-400 രൂപയൊക്കെ മന്ത്ലി പ്രീമിയത്തിൽ 1 കോടി വരെ സുരക്ഷ നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ ഓൺലൈനായി അവൈലബിൾ ആണ്. പർച്ചേസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ 51-ലധികം കമ്പനികളുടെ വ്യത്യസ്തമായിട്ടുള്ള ഇൻഷുറൻസ് പ്ലാനുകളിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഇൻഷുറൻസ് 25% വരെ ഡിസ്കൗണ്ടോടെ ലഭിക്കുന്നതാണ്. ഇതുവഴി 30 മിനിറ്റിൽ ക്ലെയിം സപ്പോർട്ടും പോളിസിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജറും നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ്. സെക്ഷൻ 80D അടിസ്ഥാനത്തിൽ 75,000 വരെ ടാക്സ് ബെനിഫിറ്റ് ലഭിക്കുന്ന കാര്യം എടുത്ത് പറയേണ്ടതില്ലല്ലോ. NRIs ഒക്കെ ഇന്ത്യയിൽ നിന്ന് പേരൻസിന് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് 18% GST അടയ്ക്കേണ്ട എന്ന അധിക ബെനിഫിറ്റും ഉണ്ട്. ഡേ 1 മുതൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾക്കടക്കം കവറേജ് ലഭിക്കുന്ന ഇൻഷുറൻസ് പ്ലാനുകൾ 25% വരെ ഡിസ്കൗണ്ടോടെ ഓൺലൈനായി എടുക്കുവാൻ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്റെ പേര് രോഹൻ മെഹ്ത എന്നാണ്. കഴിഞ്ഞ 8 വർഷത്തോളമായി ഞാൻ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ജോലി ചെയ്തു വരുന്നു. കഴിഞ്ഞ മാസം ഞാൻ ചെയ്ത ചില ട്വീറ്റുകൾ വളരെയധികം ശ്രദ്ധ നേടുകയുണ്ടായി. എന്റെ ചില ട്വീറ്റുകളിൽ ലൈംഗിക ചൂഷണം, ചില അഴിമതികൾ എന്നിവ ഞാൻ പരാമർശിക്കുകയുണ്ടായി. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത് എനിക്ക് എങ്ങനെ ഇതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു എന്നാണ്. എസ് ജയശങ്കർ പോലും അഴിമതി മുക്തനല്ല എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുൻപിൽ പറയാൻ പോകുന്നത്. അദ്ദേഹം ഇന്ത്യയോട്, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വിശ്വസ്തനല്ല. ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞല്ലോ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. 8 കൊല്ലമായി ഞാനിവിടെ ജോലി ചെയ്യുന്നു. 2019 മുതൽ 2022 വരെ ഞാൻ എംബസി ഓഫ് ഇന്ത്യ മോസ്കോയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. കോവിഡ് ആയതിനാൽ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാനുള്ള കാര്യങ്ങളിൽ തിരക്കിലായിരുന്നു ആ സമയങ്ങളിൽ. എന്റെ നമ്പറും ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ അന്ന് ഉണ്ടായിരുന്നു. അന്ന് ധാരാളം കുട്ടികളുമായി ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ഞാൻ സംസാരിച്ചിരുന്നു. ധാരാളം കുട്ടികളും അവരുടെ രക്ഷിതാക്കളും എന്നെ ഓർക്കുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. എന്റെ കയ്യിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നിന്ന് ഞാൻ ധാരാളം കുട്ടികളെ സഹായിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ എനിക്ക് കഴിയുകയും ചെയ്യും. ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോഴും ചില ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നിലയിലായിരുന്നു. ഈ ഉദ്യോഗസ്ഥർക്ക് എന്താണ് അപ്പോൾ അവിടെ നടക്കുന്നത് എന്നതിനെ കുറിച്ചും വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് സമയത്തുള്ള ഉറക്കമായിരുന്നു പ്രധാനം. ഉറക്കം നഷ്ടപ്പെടാതിരിക്കാൻ അവർ ആ ജോലിയിൽ നിന്നും ഒഴിവായി.
ഇത് കഴിഞ്ഞ് 1 കൊല്ലം 3 മാസം ഞാൻ സാവോ പോളോയിൽ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്യുകയുണ്ടായി. ഈ കാലയളവിലാണ് ഞാൻ അഴിമതിയെക്കുറിച്ച് ആദ്യമായി ശബ്ദിക്കുന്നത്. ഞാൻ സാവോ പോളോയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. കോൺസുൽ ഹെഡായ മനീഷ സ്വാമി എല്ലാ ജോലിക്കാരോടും വളരെ മോശമായാണ് പെരുമാറിയിരുന്നത്. രാവിലെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ഓഫീസേഴ്സിനെയും നന്നായി വഴക്ക് പറയും. എല്ലാ ഔദ്യോഗിക പദവികളും അവർ നന്നായി മിസ്യൂസ് ചെയ്തു പോന്നിരുന്നു. അതേപോലെ തന്നെ രാവിലെ ഉദ്യോഗസ്ഥരെ വഴക്ക് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ ഓഫീസിൽ ചെലവഴിച്ച ശേഷം അവർ പുറത്തേക്ക് അങ്ങ് പോകും. ആ ദിനത്തിന്റെ അവസാനം ചില ദിനങ്ങളിൽ വൈകുന്നേരം ഓഫീസിൽ തിരികെ വരും. ചിലപ്പോൾ ഓഫീസിൽ തീരെ വരാറേയില്ല. ഇദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി 3 വർഷത്തോളം സാവോ പോളോയിൽ ഇപ്രകാരമായിരുന്നു. നമ്മുടെ രാജ്യം ചെലവാക്കുന്ന $7,000-8,000 ഈ ഉദ്യോഗസ്ഥയുടെ പ്രതിമാസ ശമ്പളം. ഈ ഉദ്യോഗസ്ഥയ്ക്ക് പുറമെ പണിയെടുക്കാത്ത മറ്റൊരു ഉദ്യോഗസ്ഥൻ കൂടി അവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ആദർശ് കുമാർ മിശ്ര. ഇദ്ദേഹം ഒരു ബ്രസീലിയൻ സ്ത്രീക്കെതിരെ സെക്ഷൽ ഹരാസ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ ബ്രസീലിയൻ സ്ത്രീകളിൽ പലരെയും കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ ഓഫീസിൽ നടത്താറുമുണ്ടായിരുന്നു. ഈ പറഞ്ഞ ഉദ്യോഗസ്ഥനും അവിടെ വലിയ ജോലികളൊന്നും ഏറ്റെടുക്കാറില്ല. അവിടെ മറ്റു 3 ഉദ്യോഗസ്ഥർ കൂടി ഉണ്ടായിരുന്നു. അവരുടെ പേരുകൾ ഹരീഷ് ബക്സ്ല, ഗായത്രി ഹുസൈൻ, സുരേഷ് മോഹൻ എന്നിവരായിരുന്നു. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അവിടെ കാര്യങ്ങൾ എങ്ങനെയാണ് നടന്നിരുന്നത് എന്നാണ്. എന്റെ കൈവശം ഒരു റെക്കോർഡിംഗ് ഉണ്ട്. അത് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. ലിങ്കും താഴെ കൊടുക്കാം. മനീഷ സ്വാമി മറ്റു 3 ഉദ്യോഗസ്ഥരെയും നല്ല രീതിയിൽ ഹരാസ് ചെയ്യാറുണ്ടായിരുന്നു. ഹരീഷ് ബക്സ്ല, ഗായത്രി ഹുസൈൻ, സൂരജ് മോഹൻ എന്നിവരെ. അവർ ആ വീഡിയോ റെക്കോർഡിംഗിൽ പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് മനീഷ സ്വാമി അവരെ ഹരാസ് ചെയ്തതെന്ന്. ആദർശ് കുമാർ മിശ്രയെ കുറിച്ച് അവർ ഒന്നും പറയുന്നില്ല. ആദർശ് കുമാർ മിശ്രയെ കുറിച്ച് ഒരു പരാമർശവും ഗായത്രി ഹുസൈൻ നടത്തുന്നില്ല. ആദർശ് കുമാറിനെതിരെ ഒരു എതിർപ്പും ആരും ആ ഒരു ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നില്ല. എന്റെ കയ്യിൽ മറ്റൊരു വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അതിൽ ഗായത്രി ഹുസൈൻ ആദർശ് കുമാർ മിശ്രയ്ക്കെതിരെ നടത്തിയ പരാമർശങ്ങളുണ്ട്. ഗായത്രി ഹുസൈൻ ആദർശ് കുമാർ മിശ്രയ്ക്കെതിരെ വളരെ ശക്തമായ ഒരു കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷവും മനീഷ സ്വാമി യാതൊരു ആക്ഷനും അതിന്റെ പുറത്ത് എടുത്തതായി കണ്ടില്ല. മനീഷ സ്വാമി ഗായത്രി ഹുസൈനോട് പറയുകയുണ്ടായി, ആദർശ് കുമാർ മിശ്ര താങ്കളുടെ കൂടെ ഇനി ജോലി ചെയ്യുന്നില്ല, അതിനാൽ അദ്ദേഹത്തെ ഭയപ്പെടേണ്ടതില്ല. മനീഷ സ്വാമി ആദർശ് കുമാർ മിശ്രയ്ക്കെതിരെ യാതൊരു ആക്ഷനും എടുക്കുന്നില്ല. കാരണം മനീഷ സ്വാമിയും യാതൊരു ജോലിയും ചെയ്യുന്നില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മേലുദ്യോഗസ്ഥർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആദർശ് കുമാറിനെ പോലെ ജോലികളൊന്നും ചെയ്യാത്ത ആളുകൾ മനീഷ സ്വാമിക്ക് ആവശ്യമായിരുന്നു. മനീഷ സ്വാമിയുടെ ഉദ്ദേശം അത്തരത്തിൽ മേലുദ്യോഗസ്ഥർ ചോദ്യങ്ങളുമായി മുന്നിൽ വന്നാൽ, സാർ ഞാൻ ഇവിടെ ഒരു ജോലിയും ചെയ്യാത്ത കുറെ ആളുകളുമായി മല്ലിടുകയാണ് എന്നിങ്ങനെ പറയാനാണ്. ഇതുകൊണ്ടാണ് മനീഷ സ്വാമി ആദർശ് കുമാറിനെതിരെ യാതൊരു ചെറു ആക്ഷൻ പോലും എടുക്കാത്തത്. ഇതേപോലെ എന്നെ നിരന്തരമായി മാനസികമായി പീഡിപ്പിക്കാൻ മനീഷ സ്വാമി ഗായത്രി ഹുസൈനോട് നിരന്തരം എനിക്കെതിരെ കുറിപ്പുകൾ പുറപ്പെടുവിക്കാൻ പറഞ്ഞു. നിരന്തരം ഇത്തരം പ്രഷറുകൾ കൊണ്ട് ഗായത്രി ഹുസൈൻ എനിക്കെതിരായി പ്രവർത്തിക്കാൻ തുടങ്ങി. അവർക്ക് വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡോക്യുമെന്റ്സും ഞാൻ ഇവിടെ സമർപ്പിക്കുന്നതാണ്. അതിന്റെ ലിങ്കുകളും കൊടുത്തിട്ടുണ്ട്. ഞാൻ ജോലികളെല്ലാം വളരെ നന്നായിട്ട് ചെയ്തിട്ട് പോലും അവർ എനിക്കെതിരെ എഴുതി ഞാൻ ഒരു ജോലിയും ചെയ്യുന്നില്ല. ആ പരാമർശത്തിൽ യാതൊരു യുക്തിയും ഉണ്ടായിരുന്നില്ല. ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുന്ന എല്ലാ ജോലികളും പക്ഷെ ഞാൻ ചെയ്തു പോന്നിരുന്നു. അതിനാൽ ഞാൻ അതിനൊരു മറുപടി നൽകുകയുണ്ടായി. നിങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന എല്ലാ ജോലികളും ഞാൻ ചെയ്തു കഴിഞ്ഞതാണ്. അതുകൂടാതെ ഞാൻ മറ്റ് 3 കാര്യങ്ങൾ കൂടി എഴുതുകയുണ്ടായി. പോർച്ചുഗീസ് സംസാരിക്കാൻ എനിക്ക് മാത്രമേ ഈ ഓഫീസിൽ കഴിയുകയുള്ളൂ. ഗായത്രി ഹുസൈനോ മറ്റാർക്കുമോ ഈ ഭാഷ വശമുള്ളതല്ല. ഇതിലൂടെ ഞാൻ മറ്റുള്ള ആളുകളെ സഹായിക്കുന്നു. അതുമാത്രമല്ല ഞാൻ എന്റെ ജോലികൾ വളരെ ഭംഗിയായും ചെയ്യുന്നു. ഇതേപോലെ അവർ എന്നെ കളിയാക്കുകയും ഉണ്ടായിരുന്നു. എന്റെ MBA ബാക്ക്ഗ്രൗണ്ടിനെ ചൊല്ലി എന്നുകൂടി ഞാൻ എഴുതുകയുണ്ടായി. MDA ഗുർഗോണിൽ നിന്നും ഇടയ്ക്ക് വെച്ച് എനിക്ക് പഠനം നിർത്തേണ്ടി വന്നതാണ്. എനിക്ക് എന്റെ MBA പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഞാനത് നിർത്തേണ്ടി വന്നു. ഇതേക്കുറിച്ച് പറഞ്ഞ് അവർ എന്നെ കളിയാക്കാറുണ്ടായിരുന്നു. ഞാൻ അവർക്ക് എഴുതി, ഇത് വളരെ സിമ്പിൾ ആയിട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ക്യാറ്റ് പരീക്ഷ എഴുതാവുന്നതാണ്. ഞാൻ മറ്റൊരു കാര്യം കൂടി എഴുതുകയുണ്ടായി, അവർക്ക് മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുവാനോ നെറ്റ്വർക്കിംഗ് സ്കില്ലുകളോ ഇല്ല എന്ന്. ഞാനാണ് അവരെ കുറിച്ച് വളരെ നന്നായി ബ്രസീലിയൻ ജോലിക്കാരോടും ബ്രസീലിയൻ ഇന്ത്യക്കാരോടും നല്ല രീതിയിൽ സംസാരിക്കാറുള്ളതെന്ന്. ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താങ്കൾക്ക് ഇത് വെരിഫൈ ചെയ്യാവുന്നതാണ് എന്നും ചേർത്തു. ഞാൻ എഴുതിയ ഈ കുറിപ്പുകളുടെ അടിസ്ഥാനത്തിൽ മനീഷ സ്വാമി അവരുടെ ഓഫീസിലേക്ക് എന്നെ വിളിപ്പിക്കുകയുണ്ടായി. മനീഷ സ്വാമിക്ക് വളരെ നന്നായി അറിയാമായിരുന്നു ഞാനിതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന്. കാരണം മറ്റു 3 ഉദ്യോഗസ്ഥരോട് ഞാൻ വളരെ മുന്നേ തന്നെ പറഞ്ഞിരുന്നു ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന്. ആ 3 ഉദ്യോഗസ്ഥരും അവിടെ പീഡനം അനുഭവിക്കുന്നവരാണ് താനും. പക്ഷെ ഞാൻ റെക്കോർഡ് ചെയ്തതൊന്നും അവരെ കാണിച്ചിട്ടില്ല. എന്നെ ഓഫീസിലേക്ക് വിളിപ്പിക്കുമ്പോൾ അവിടെ മറ്റു 3 പേർ കൂടി ഉണ്ടായിരുന്നു. മനീഷ സ്വാമി, ഗായത്രി ഹുസൈൻ, സൂരജ് മോഹൻ. ഞാൻ ഓഫീസിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അവർ എന്നോട് പറഞ്ഞു എന്റെ ഫോൺ പുറത്ത് വയ്ക്കുവാൻ. ഞാൻ എന്റെ ഫോൺ പുറത്ത് വെച്ച് മടങ്ങി വന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞു, റോഹൻ താങ്കൾ ഒരു റിട്ടേൺ റിപ്ലൈ ആണ് ഇവിടെ സമർപ്പിച്ചത്. ഗായത്രി ഹുസൈൻ താങ്കൾക്കെതിരെ ഒരു ലൈംഗിക പീഡനത്തിന്റെ പരാതി ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ന് 5 മണിക്കുള്ളിൽ ഇതിന് ഒരു മറുപടി നൽകാൻ താങ്കൾക്ക് കഴിയുമോ? അതിന് ഞാൻ ഉത്തരം പറഞ്ഞത്, മേഡം താങ്കൾ എനിക്കെതിരെ യാതൊരു ഡോക്യുമെന്റും നൽകിയിട്ടില്ല. പിന്നെ ഞാൻ എന്ത് ഉത്തരമാണ് തരേണ്ടത്? എന്റെ ഈ ഉത്തരം കേട്ടപ്പോൾ തന്നെ ആ മേഡം അതിശയിച്ചു പോയി. കാരണം അവർ ഉദ്ദേശിച്ചത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയപ്പെടുമെന്നായിരുന്നു. ഞാൻ എന്തിനും ഭയപ്പെടണം? കാരണം ഞാൻ ആർക്കും എതിരെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീയോടും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുമില്ല. ഞാൻ എന്തിനു പേടിക്കണം? ഞാൻ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞപ്പോൾ ആ മാഡം എന്നോട് പറയുകയുണ്ടായി, നിങ്ങൾ മറുപടി മറ്റന്നാൾ തന്നാലും മതിയാകും. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എനിക്കെതിരെയുള്ള പരാതി നിങ്ങൾ എഴുതി തരണം, എന്നാൽ അതിനുള്ള ഉത്തരം ഞാൻ ഇന്ന് തന്നെ നൽകാമെന്ന്. അവർ എനിക്ക് തന്ന ഡോക്യുമെന്റിൽ അവർ എന്നെ കുറിച്ച് 3 പരാമർശങ്ങളെ നടത്തിയിട്ടുള്ളൂ. റോഹൻ പറയുന്നത് ഗായത്രിക്ക് പോർച്ചുഗീസ് സംസാരിക്കാൻ അറിയില്ല, കാറ്റ് പരീക്ഷ എഴുതിയിട്ടില്ല, പിന്നെ നെറ്റ്വർക്കിംഗ് സ്കിൽസ് ഇല്ല. ഇതായിരുന്നു എനിക്കെതിരെയുള്ള സെക്ഷൽ ഹരാസ്മെന്റ് കംപ്ലൈന്റ്.
എന്റെ ഭാഗത്ത് നിന്ന് ഗായത്രി ഗോസൈനോട് യാതൊരു മോശമായ പെരുമാറ്റവും ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ ബഹുമാനപൂർവ്വം മാത്രമേ അവരോട് പെരുമാറിയിട്ടുള്ളൂ. ഈ കത്തിനൊപ്പം ഞാൻ ആ കംപ്ലൈന്റ് കോപ്പിയും ഇവിടെ സമർപ്പിക്കുന്നു. ഇതിനുശേഷം മിസ് ഗായത്രി ഗോസൈൻ ഒരുപാട് നുണകൾ പേപ്പറിൽ എഴുതുകയും ഞാൻ ആ പേപ്പറുകളെല്ലാം കാണുകയും ഉണ്ടായി. ഞാൻ ആ ഡോക്യുമെന്റ് കോപ്പിയുടെ ലിങ്കുകൾ ഇവിടെ കൊടുക്കുന്നതാണ്. ഞാൻ അവർക്ക് എഴുതി, നിങ്ങൾ എനിക്കെതിരെ ലൈംഗിക ആരോപണം വെറുതെ കെട്ടിച്ചമച്ചതാണ്. ലൈംഗിക ആരോപണങ്ങളിൽ പലരും ആത്മഹത്യ വരെ ചെയ്തിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ എനിക്ക് ഒരു മാനസിക സംഘർഷമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു മാനവ് എന്ന കുട്ടിയുടെ കേസ് സ്റ്റഡിയും ഇതോടൊപ്പം വയ്ക്കുകയുണ്ടായി. ഇപ്രകാരം ഒരു മറുപടി നൽകിയപ്പോൾ ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുകയുണ്ടായി. ഹരീഷ് ബക്സല പലപ്പോഴായി എന്റെ മുറിയിൽ വന്ന് പറയാറുണ്ടായിരുന്നു, റോഹൻ ഇതൊരു കൈവിട്ട കളിയാണ് എന്ന് ഗായത്രി പറയുന്നു. ഞാൻ അതിനുള്ള മറുപടിയും കൊടുക്കാറുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇതിൽ എന്ത് ചെയ്യാനാണ്, ഞാൻ ഇങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഹരീഷ് ബക്സല ഇങ്ങനെ പറയുന്നത് എനിക്കൊരു മാനസിക സമ്മർദ്ദം നൽകുവാൻ മാത്രമായിരുന്നു. എനിക്ക് കടുത്ത മാനസിക സമ്മർദ്ദം നൽകി അതുവഴി എന്നെ ആത്മഹത്യയിലേക്ക് നയിക്കുകയായിരുന്നു അവർക്ക് വേണ്ടത്. പിന്നെ ഇത് മാത്രമല്ല, ഞാൻ ഒരു കാരണവശാലും മനീഷ സ്വാമിക്കെതിരെ യാതൊരു പരാതിയും കൊടുക്കുന്നില്ല എന്ന് അവർക്ക് ഉറപ്പ് വരുത്തണമായിരുന്നു. അതിനാൽ അവർ എനിക്കെതിരെ നിരന്തരമായി ഇതുപോലെ ഓരോ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു. ആയതിനാൽ ജനുവരി 5, 2024 ഞാൻ ഒരു കംപ്ലൈന്റ് കൊടുക്കുകയുണ്ടായി. അഡ്രസ് ടു ബി വൻലാൽ ഭാവന ആൻഡ് സുരേഷ് റെഡ്ഡി. അതിന്റെ ലിങ്ക് ഇവിടെ സമർപ്പിക്കുന്നു. ജനുവരി 6ഉം 7ഉം അവധിയായിരുന്നു. ജനുവരി 5-ാം തീയതിയാണ് ഞാൻ ഈ കംപ്ലൈന്റ് നൽകിയത്. 8-ാം തീയതി രാവിലെ ഞാൻ ഓഫീസിലേക്ക് വന്നപ്പോൾ എന്റെ ഓഫീസ് മുറിയുടെ വാതിലുകൾ അടച്ചിട്ട നിലയിലായിരുന്നു. അവർ എന്നോട് പറഞ്ഞു, എന്റെ ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, എന്നോട് തിരികെ ഇന്ത്യയിലേക്ക് പോകുവാൻ. വളരെയധികം ആശ്ചര്യമാണ് ഇത് തന്നത്. കാരണം ഞാനാണ് ആദ്യം ഒരു പരാതി കൊടുത്തത്. അവിടെ ഞാൻ മാത്രമേ ഒരു ജോലി ഏറ്റെടുത്ത് ചെയ്യുന്നുള്ളൂ. മറ്റുള്ളവർ ആരും തന്നെ അവിടെ ജോലി ചെയ്യാറില്ല. പക്ഷെ എന്നെ തിരിച്ച് ഇന്ത്യയിലേക്ക് വിളിപ്പിക്കുന്നു. ഇതിനു പുറമെ ഞാൻ മനസ്സിലാക്കുന്നു, എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം ഞാൻ മഞ്ഞപ്പിത്തത്തിന്റെ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. മഞ്ഞപ്പിത്തത്തിന്റെ വാക്സിൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. കാരണം മഞ്ഞപ്പിത്തം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വാക്സിൻ എടുക്കേണ്ടത് അനിവാര്യമാണ്. ഞാൻ അവരെ ബോധ്യപ്പെടുത്തി. ഞാൻ വാക്സിൻ എടുക്കാത്തത് കൊണ്ട് എനിക്കിപ്പോൾ യാത്ര ചെയ്യാൻ കഴിയുന്നതല്ല. വാക്സിൻ എടുത്ത് ഒരു 10 ദിവസത്തിന് ശേഷം, വാക്സിൻ എഫക്റ്റീവ് ആയതിനു ശേഷം മാത്രമേ എന്റെ ടിക്കറ്റ് എടുക്കുവാൻ പാടുള്ളൂ. അപ്പോൾ ഹരീഷ് ബക്സല എനിക്ക് നൽകിയത് ഒരു എക്സംഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഈ പറഞ്ഞ എക്സംഷൻ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അതിന്റെ ഒരു ലിങ്ക് കൂടി അയച്ചു തരാം. എക്സംഷൻ സർട്ടിഫിക്കറ്റ് ഒരു മാൻഡേറ്ററി സേഫ്റ്റി ഹസാർഡ് ആണ്. ഒരുപക്ഷെ എനിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വഴി ഇന്ത്യയിലേക്കും അത് വരാൻ ഒരു സാധ്യതയായേനെ. ഇതേപോലെ ഒരു എക്സംഷൻ സർട്ടിഫിക്കറ്റ് നൽകിയത് കൊണ്ട് മാത്രം ഹരീഷ് ബക്സലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ വരെ സാധിക്കുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിനെതിരെ ഇതുവരെയായിട്ടും ഒന്നും തന്നെ ചെയ്തതായി കണ്ടിട്ടില്ല. ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി ഡയറക്ടർ ADP യദീൻ പട്ടേലുമായി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ദേവി ഇത് എന്നോട് പറയാമോ, എന്റെ പരാതി പ്രകാരം എന്ത് നടപടിയാണ് എടുത്തിരിക്കുന്നത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, താങ്കളുടെ പരാതി പ്രകാരം യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ആ പരാതിയെക്കുറിച്ച് താങ്കൾ മറന്നേക്കൂ. താങ്കൾ ഇവിടെ 2 കൊല്ലം ജോലി ചെയ്തതിന് ശേഷം പോയിക്കോളൂ. സത്യം പറഞ്ഞാൽ ഞാൻ തിരികെ വന്ന ദിവസം തന്നെ എല്ലാം പബ്ലിക്കായി പറയേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയും മറ്റൊരു ഇന്ത്യക്കാരനും, അദ്ദേഹം ബ്രസീലിലാണ്, പേര് വിപൻ, എന്നോട് പറഞ്ഞു, ഇവർക്കെതിരെ കംപ്ലൈന്റുമായി മുന്നോട്ടേക്ക് പോകരുത്. കാരണം ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്. എന്റെ പേഴ്സണൽ ജീവിതത്തിന് മറ്റു പലയിടത്തും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ട് അവർക്ക് കഴിവുണ്ട്. ഒരുപക്ഷെ എനിക്ക് അന്ന് തന്നെ ഇതെല്ലാം പബ്ലിക്കിനോട് പറയാമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഓർത്തു നോക്കുമ്പോൾ എനിക്ക് S. ജയശങ്കർ അഴിമതിക്കാരനാണെന്ന് ഒരുപക്ഷെ അറിയാൻ കഴിയുമായിരുന്നില്ല അന്ന് ഇതൊക്കെ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ. ഈ വീഡിയോയുടെ അവസാനം ഞാൻ അതേക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. ഏതാണ്ട് ഒരു മാസത്തിന് ശേഷം ഫെബ്രുവരി മാസം അവർ എനിക്കെതിരെ ഒരു കള്ളക്കഥ ഉണ്ടാക്കിയിട്ടുണ്ടായി. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി എന്റെ കൂടെ ബ്രസീലിൽ താമസിക്കുന്നുണ്ടെന്ന്. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എന്റെ കൂടെ ബ്രസീലിലല്ല താമസിക്കുന്നത്. അതിന്റെ എല്ലാ പ്രൂഫുകളും എന്റെ പക്കൽ ഉണ്ടായിരുന്നു. ഈ കംപ്ലൈന്റ് കൊടുക്കാനുള്ള മുഖ്യ കാരണം ഞാൻ ഒരു സിവിൽ സർവന്റിനെതിരെ, അവരുടെ കൂടെ ജോലി ചെയ്യുന്ന കൊളീഗായ മനീഷ സ്വാമിക്കെതിരെ സംസാരിച്ചത് കൊണ്ടാണ്. ഞാൻ ഇതിനൊരു മറുപടി കൊടുക്കുകയുണ്ടായി. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി എന്റെ കൂടെയല്ല താമസിക്കുന്നത് എന്ന്. ഇതിന്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നതാണ്. ഉടനെ തന്നെ ഞാനൊരു മറുപടി നൽകുകയും അതോടൊപ്പം ഒരു കറപ്ഷൻ കേസ് വിജിലൻസിലും ഒരു ഹരാസ്മെന്റ് കേസ് കൂടി കൊടുക്കുകയും ചെയ്തു. പക്ഷെ യാതൊരു ആക്ഷനും ആരും എടുക്കുകയുണ്ടായില്ല. ഞാൻ ഈ കംപ്ലൈന്റ് കൊടുത്തത് ഫെബ്രുവരി മാസമാണ്. ഫെബ്രുവരിയും മാർച്ചും ഒന്നും തന്നെ സംഭവിക്കുകയുണ്ടായില്ല. ഏതാണ്ട് ഏപ്രിൽ മാസമായപ്പോൾ അവർ എന്നെ വിളിപ്പിക്കുകയും അവർക്ക് എന്നോട് സംസാരിക്കണമെന്ന് പറയുകയും ഉണ്ടായി. ഞാൻ അവരുടെ സെക്ഷനിൽ പോകുന്നതിന് മുൻപ് ഫോണിന്റെ റെക്കോർഡിംഗ് ഓൺ ചെയ്തിട്ടാണ് പോയത്. ആ റെക്കോർഡിംഗിൽ കേൾക്കാം, കൗശൽ എന്ന വ്യക്തിയുമായിട്ടാണ് ഞാൻ സംസാരിച്ചത്. അദ്ദേഹം ഒരു സെക്ഷൻ ഓഫീസർ ആയിരുന്നു. അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, റോഹൻ, സാധാരണയായി ആരെങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ കംപ്ലൈന്റ് കൊടുത്ത വ്യക്തിയാണ് ശിക്ഷ ഏറ്റുവാങ്ങാറുള്ളത്. അഴിമതിക്കാർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരാണോ അഴിമതിക്കാരെ ഓഫീസർമാരോട് യുദ്ധം ചെയ്യുന്നത് അവരാണ് ശിക്ഷ ഏറ്റുവാങ്ങാറുള്ളത്. മറ്റൊരു കാര്യം, ഇദ്ദേഹം നുണക്കഥകളാണ് പറയുന്നത്. അവർ നിശ്ചയിച്ച പോലെ ഇദ്ദേഹത്തിന് എന്തോ എന്നെ കൊണ്ട് ചെയ്യിക്കാനുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. ഇദ്ദേഹം എന്നോട് പറഞ്ഞു, അവർ എന്റെ പ്രൊമോഷൻ നിർത്തിവെച്ചു. ബട്ട് കൗശൽ ഒരു കാര്യം ചെയ്തതുകൊണ്ട് മാത്രം എന്റെ പ്രൊമോഷൻ നിർത്തലാക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല എന്നും പറഞ്ഞു. പക്ഷെ റിയാലിറ്റി, ഈ കള്ളക്കേസ് ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ എന്റെ പ്രൊമോഷൻ നടപടികളെല്ലാം കംപ്ലീറ്റ് ആയതാണ് എന്നാണ്. ഞാൻ അടുത്ത മുറിയിലേക്ക് പോകുമ്പോൾ അവിടെ അണ്ടർ സെക്രട്ടറി മോണിക്ക അഗർവാൾ അവർ തുടർച്ചയായി എന്നോട് പറയുന്നു, ഞങ്ങൾ നിഷ്പക്ഷരാണ്, ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു ശത്രുതയും ഇല്ല റോഹൻ. നിങ്ങൾ വളരെ പ്രായം കുറഞ്ഞ ഒരു ഡൈനാമിക്കായ ചെറുപ്പക്കാരനാണ്. നിങ്ങളുടെ ലാൻഡ് ലേഡി ഞങ്ങളോടെല്ലാം പറഞ്ഞിരുന്നു, വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി നിങ്ങളുടെ കൂടെ അല്ല താമസിക്കുന്നത് എന്ന്. നിങ്ങളുടെ ലാൻഡ് ലേഡി അതേക്കുറിച്ച് എനിക്ക് എഴുതിയിരുന്നു. അവർ എന്നെ ഒരു വല്ലാത്ത തീരുമാനത്തിൽ എത്തിക്കാനാണ് ശ്രമിച്ചത്. എന്നോട് അവർ എന്നെ ഹരാസ് ചെയ്യുകയാണെന്നും എന്റെ മാരേജ് ആപ്ലിക്കേഷൻ പെൻഡിങ്ങിലാണെന്നും എഴുതി കൊടുക്കാൻ പറഞ്ഞു.
അവർ പറഞ്ഞു നിങ്ങൾ ഒരു വിദേശിയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ നമുക്കൊരു മാരേജ് ആപ്ലിക്കേഷൻ അപ്രൂവൽ വേണമായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ എക്സ്റ്റേണൽ മിനിസ്റ്റർ ഓഫ് അഫയേഴ്സ് ജയശങ്കർ ഒരു ഫോറിൻ ലേഡിയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. നമുക്ക് മിനിസ്ട്രിയിൽ നിന്ന് ഒരു അപ്രൂവൽ വേണമായിരുന്നു. ബ്രസീലിൽ അപ്രൂവൽ ലഭിക്കണമെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി ക്ലിയറൻസ് ആവശ്യമാണ്. സെക്യൂരിറ്റി ക്ലിയറൻസ് ബ്രസീലിയൻ സിറ്റിസൺസിന് കിട്ടാൻ വളരെ എളുപ്പമാണ്. നമുക്കിവിടെ ആധാർ കാർഡ് ഉള്ള പോലെ ബ്രസീലിൽ താമസിക്കുന്ന ആളുകൾക്ക് CPF നമ്പർ ആണ് ഉള്ളത്. അവിടെ വെബ്സൈറ്റിൽ CPF നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ആ വ്യക്തിക്കെതിരെ എന്തെങ്കിലും വ്യവഹാരങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ആ വ്യക്തിക്കെതിരെ ഒന്നുമില്ലെങ്കിൽ ഒരു ക്ലിയർ റിപ്പോർട്ട് കിട്ടുന്നതാണ്. ഞാൻ സൗ പോളോയിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ക്ലിയർ റിപ്പോർട്ട് കിട്ടിയതാണ്. ജനുവരിയിൽ തിരിച്ചു വന്നപ്പോൾ എന്റെ എല്ലാ സെക്യൂരിറ്റികളും കഴിഞ്ഞതാണ്. പക്ഷെ വൻലാൽ ഭവന എന്റെ മാരേജ് ആപ്ലിക്കേഷൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതിനുള്ള കാരണം പറയുന്നത് എനിക്കെതിരൊരു വിജിലൻസ് കേസ് നടക്കുന്നുണ്ട്. എന്തായാലും എന്റെ മാരേജ് ആപ്ലിക്കേഷനുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് ആ വിജിലൻസ് കേസ്. അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്റെ വ്യക്തി ജീവിതത്തിൽ ഇടപെടുക എന്നാണ്. കാരണം ഞാൻ അവരുടെ കൊളീഗിനെതിരെയും അതേപോലെ ഒരു സിവിൽ സെർവന്റിനെതിരായി നിലനിന്നിട്ടുണ്ട്. അതായത് മനീഷ സ്വാമിക്കെതിരെ നിലനിന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്നതെല്ലാം സംഭവിക്കുന്നത് ഏപ്രിൽ മാസമാണ്. വിജിലൻസ് സെഷനിൽ ഞാൻ സംസാരിച്ച റെക്കോർഡിംഗിൽ ഇതിനെപ്പറ്റി പരാമർശങ്ങളുണ്ട്. അത് ഏപ്രിൽ മാസത്തിലാണ് നടന്നത്. മോണിക്ക അഗർവാൾ എന്നോട് പറഞ്ഞത് അവരുടെ കയ്യിൽ എനിക്കെതിരെ ഒരുപാട് തെളിവുകൾ ഉണ്ടെന്നാണ്. പക്ഷെ ആ റെക്കോർഡിംഗിന്റെ അവസാനം മിസ്റ്റർ കൗശലിനോട് ഞാൻ പറയുന്നുണ്ട് എന്റെ കയ്യിൽ റെക്കോർഡിംഗ് എല്ലാം ഉണ്ട് എന്ന്. ഞാൻ നിങ്ങൾക്കത് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കംപ്ലൈന്റ് എഴുതി തരണം, എനിക്ക് ഇതിലുള്ള കംപ്ലൈന്റ് എഴുതി തരണം. പക്ഷെ അവർ ഇതുവരെ എനിക്കത് എഴുതി തന്നിട്ടില്ല. അവർക്കൊരു റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല. ഇത് സംഭവിക്കുന്നത് ഏപ്രിൽ മാസമാണ്. ഈ സമയമെല്ലാം ഞാൻ എന്റെ മാരേജ് അപ്രൂവലിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കാരണം ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി മറ്റൊരു ദിക്കിൽ നിന്നും യാത്ര ചെയ്തു വരേണ്ട ഒരു വ്യക്തിയാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എനിക്ക് എന്റെ മാരേജ് അപ്രൂവൽ കിട്ടിയില്ല. അവസാനം ജൂലൈ മാസത്തിൽ ഞാൻ കത്തെഴുതി. സെൻട്രൽ വിജിലൻസ് കമ്മീഷന് ഞാൻ കത്തെഴുതി. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററിനും ഞാൻ കത്തെഴുതി. ഞാൻ വേറെ 2 മിനിസ്റ്റേഴ്സിനും ഇതിനോടൊപ്പം തന്നെ എഴുതി. ഞാൻ പേരെടുത്ത് പറഞ്ഞു എന്റെ മാരേജ് ആപ്ലിക്കേഷൻ വൻലാൽ ഭാവന പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളും ആ കത്തിൽ ഞാൻ വിവരിക്കുകയുണ്ടായി. ഞാൻ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ അറ്റാച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാം. ഈ കംപ്ലൈന്റ് ഞാൻ കൊടുക്കുന്നത് ജൂലൈ മാസത്തിലാണ്. അതിനുശേഷം ഓഗസ്റ്റിൽ, കാരണം ഞാൻ എന്റെ കംപ്ലൈന്റിൽ വൻലാൽ ഭാവനയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അവരുടെ എല്ലാം പേരുകൾ ഉൾപ്പെടുത്തിയതുകൊണ്ട് മാത്രം എനിക്കിപ്പോൾ എന്റെ മാരേജ് അപ്രൂവൽ ലഭ്യമായി. എനിക്കെതിരെ കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. പുനീത് അഗർവാൾ, അദ്ദേഹമാണ് വിജിലൻസിന്റെ ഹെഡ്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി എന്റെ കൂടെ താമസിക്കുന്നുണ്ടായിരുന്നു എന്നാണ് അവരുടെ പരാതിയിൽ ഉണ്ടായിരുന്നത്. അവരുടെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ടെന്നും അവർ പറയുന്നു. അദ്ദേഹം എനിക്ക് ഒരു മറുപടി തന്നിരുന്നു. പക്ഷെ ആ മറുപടി തികച്ചും യുക്തിയില്ലാത്ത, യാതൊരു സത്യവും ഇല്ലാത്തതായിരുന്നു. അതിവിടെ ഞാൻ കാണിക്കാം. ഞാൻ ആ മറുപടി വായിക്കാം. ഒരു നോൺസെൻസ് ആയ മറുപടിയാണത്. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി എന്റെ കൂടെയല്ല താമസിക്കുന്നത് എന്ന്. അവർ ഉപയോഗിക്കുന്ന ഭാഷ ഒന്ന് ശ്രദ്ധിച്ചോണേ. അവർ തുടർന്ന് എഴുതുന്നു, അവരുടെ കണ്ടെത്തലിൽ നിന്നും അവർ മനസ്സിലാക്കി ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി എന്റെ കൂടെയാണ് താമസിക്കുന്നത്. കാരണം ആ വ്യക്തിയുടെ വാഹനം എന്റെ കോമ്പൗണ്ടിൽ നിന്ന് കാണാനിടയായി. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഒരു വിരുന്നുകാരൻ നിങ്ങളെ കാണാൻ വരുമ്പോൾ നിങ്ങൾ അനുവാദം കൊടുക്കുന്നതാണോ അതോ നിങ്ങൾക്ക് അനുവാദം തരികയാണോ? നിങ്ങൾ നിങ്ങളുടെ ഗസ്റ്റായി വരുന്ന ഒരാളെ ബിൽഡിങ്ങിലേക്ക് ക്ഷണിക്കുകയോ അതോ ക്രിമിനലിനെ പോലെ അവരോട് പെരുമാറുകയാണോ ചെയ്യുന്നത്? ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നാണ്. അവർ ബോധപൂർവം അത് അവിടെ എഴുതിയതാണ്. കാരണം അവർക്ക് എനിക്കെതിരെ ഒന്നും പറയാനില്ല. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി എന്നെ കാണാൻ വേണ്ടി വരുമ്പോൾ ഞാൻ അവരെ വെൽക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവരോട് പുറത്തു നിൽക്കുവാൻ എങ്ങനെയാണ് ഞാൻ പറയുക? അവരോട് എനിക്ക് പറയാൻ പറ്റുമോ അവരുടെ കാർ പുറത്തിടുക? ഇങ്ങനെ ഒരു കത്തിൽ അവർ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മറുപടി ഇങ്ങനെ പോകുന്നു. ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ജൂൺ 2023 മുതൽ 24 വരെ എന്നെ സന്ദർശിച്ചിരുന്നു. കാരണം ആ വ്യക്തി എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ച ആളുകളാണ്. വിവാഹം കഴിക്കണമെന്ന് പെട്ടെന്നെടുത്ത തീരുമാനമല്ലാത്തത് കൊണ്ടും ആ വ്യക്തിക്ക് കാണാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ അന്യോന്യം പരിചയപ്പെടാൻ കുറച്ച് സമയമെടുക്കുമല്ലോ. വീണ്ടും കത്തിലേക്ക് വരുമ്പോൾ ആ ഒരു കത്തിൽ അവർ പറയുന്നത് ഇതൊരു റെക്കോർഡബിൾ വാർണിംഗ് എന്നാണ്. റെക്കോർഡബിൾ വാർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ഫിയാൻസ് എന്നെ കാണാൻ വരുന്നതിന് എതിരെ ഒരു റെക്കോർഡബിൾ വാർണിംഗ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഒരു APR നൽകിയിരുന്നു, അതായത് എന്റെ ആനുവൽ പെർഫോമൻസ് റിപ്പോർട്ട്. അത് നൽകിയത് ഗായത്രി ഗോസൈൻ ആയിരുന്നു. റിപ്പോർട്ട് വളരെ ചുരുക്കിയാണ് എഴുതിയത്. അതിനോടൊപ്പം തന്നെ എന്നെ കുറിച്ചുള്ള ഒരു ഇന്റഗ്രിറ്റി നോട്ടും കൂടി വെച്ചിരുന്നു. എന്റെ പോസ്റ്റ് വൈറൽ ആയതിനു ശേഷമാണ് ഞാൻ കംപ്ലൈന്റ് ചെയ്തത് എന്ന് അതിൽ പറയുന്നു. അതുകൊണ്ട് ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ കാരണമെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, അവർ എനിക്കെതിരെ ഒരു പൊള്ളയായ ലൈംഗിക പീഡന കംപ്ലൈന്റുമായി വന്നിരുന്നത്. ആദ്യം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. അവർ ഈ കംപ്ലൈന്റ് കൊടുത്തത് ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ്, അതായത് മിനിസ്ട്രി ഓഫ് ഇന്ത്യ. പക്ഷെ അത് അവിടെ ഒരിക്കലും തുറക്കാത്ത ഒരു കംപ്ലൈന്റ് ആയി മാറി. 2 കാരണങ്ങൾ കൊണ്ടാണ് അത് സംഭവിച്ചത്. ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള ഉദ്യോഗസ്ഥർക്ക് വളരെ വ്യക്തമായി മനസ്സിലായത് ഇതൊരു ഫേക്ക് കള്ളക്കഥയാണ്. വ്യക്തമായി മനസ്സിലായി അത് എന്നെ കൊടുക്കാനുള്ള ഒരു കള്ളക്കഥയാണ് എന്ന്. ഈ കേസ് കൊടുത്ത ആളോട് അവർ സംസാരിക്കുകയുണ്ടായി, അതായത് ഗായത്രി ഗോസൈനോട്. നിങ്ങൾ ഒരു കള്ള കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കെതിരായി വരാം. അതൊരു കള്ളക്കേസ് ആണെന്ന് തെളിഞ്ഞാൽ ഇക്കാരണത്താൽ അവർക്കൊരു ചിത്തപ്പേരായാലോ എന്ന് വിചാരിച്ച് അവർ ആ കേസിൽ നിന്നും പിന്മാറി. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ആ കേസ് നിലനിൽക്കാതെ പോയി. രണ്ടാമതായി അവർ എന്നെ ബ്രസീലിൽ നിന്നും തിരിച്ചു വിളിപ്പിച്ചത് നിയമപ്രകാരമായിരുന്നില്ല. എന്റെ ട്വീറ്റ്സ് വൈറൽ ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയുന്നത്. അല്ലാത്ത പക്ഷം ആർക്കും ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റുകയില്ല. മൂന്നാമതായി പുനീത് അഗർവാൾ എനിക്ക് ഒരു റെക്കോർഡബിൾ വാർണിംഗ് തരികയുണ്ടായി. നാലാമതായി ഗായത്രി ഗോസൈൻ എന്നെ കുറിച്ച് ഒരു ഇന്റഗ്രിറ്റി നോട്ട് പുറപ്പെടുവിച്ചു. അതിൽ എന്നെ കുറിച്ചുള്ള ചില സംശയങ്ങളും എഴുതി ചേർക്കുകയുണ്ടായി.
അതിലെന്റെ സത്യസന്ധതയെക്കുറിച്ചുള്ള ചില സംശയങ്ങളായിരുന്നു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഒരു പക്ഷേ ഞാൻ ഈ കാര്യങ്ങളൊന്നും പബ്ലിക്കായി പറഞ്ഞില്ല എങ്കിൽ അവരുടെ കയ്യിൽ വളരെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം ഈ വ്യക്തി ഒന്നിനെക്കുറിച്ചും പ്രതികരിക്കുന്നില്ല, ആയതിനാൽ ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്തതായി കണക്കാക്കുന്നു എന്ന് വരുത്തി തീർക്കാനായിരുന്നു അവരുടെ പ്ലാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുവെന്നും എന്റെ ഭാവി ഇല്ലാതാക്കാൻ അവർക്ക് വേണ്ടതെല്ലാം ചെയ്യാനും കഴിയുമായിരുന്നു. അവരുടെ പ്ലാൻ ഇതായിരുന്നു: നീ ഒരു സിവിൽ സർവന്റിനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്തു, എന്നാൽ പിന്നെ നിന്നെ കാണിച്ചു തരാം എന്നതായിരുന്നു അവരുടെ ലൈൻ. ഞാൻ ആദ്യമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ഇട്ടത്. എന്റെ കയ്യിൽ എല്ലാ റെക്കോർഡിങ്ങും ഉണ്ടായിരുന്നു. അവർ വിചാരിച്ചത് എന്റെ കയ്യിൽ ഒരു പ്രൂഫും ഇല്ല എന്നാണ്. എന്റെ കേസിൽ എല്ലാ പ്രൂഫുകളും യഥേഷ്ടം ഉണ്ടായിരുന്നു. അത് ഞാൻ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്റെ കയ്യിലുള്ള എല്ലാ തെളിവുകളും വളരെ സ്പഷ്ടവും സത്യം തെളിയിക്കുന്നതുമായിരുന്നു. ഈ പോസ്റ്റ് കണ്ടതിനു ശേഷം അവിടെ ജോലി ചെയ്തിരുന്ന ഒരു മുൻ ഉദ്യോഗസ്ഥൻ എന്നെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം എന്നോട് മറ്റുള്ള അഴിമതി കേസുകളും പറയുകയുണ്ടായി. അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി സുരേഷ് റെഡ്ഡിയുടെ അഴിമതി കേസിനെ കുറിച്ച്. ഇത് നടക്കുന്നത് അദ്ദേഹം ബാഗ്ദാദിൽ 2013 ജോലി ചെയ്യുമ്പോഴായിരുന്നു. സുരേഷ് റെഡ്ഡി ചെയ്തത് എന്തെന്നാൽ എംബസി ബിൽഡിംഗ് മാറുകയും അതിന്റെ വാടക 4 ഇരട്ടിയായി കൂട്ടുകയും ചെയ്തു. അദ്ദേഹം ഈ പറഞ്ഞത് വാക്കുകൾ കൊണ്ടാണ്, ഒന്നും എഴുതി തന്നിട്ടില്ല. രണ്ടാമതായി അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ ഇപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. 22 കൊല്ലം മുമ്പ് ഇസ്താംബുൾ എന്ന സ്ഥലത്ത് വെച്ച് ഒരു ബലാത്സംഗം നടന്നിരുന്നു. ഒരു അംബാസിഡർ, കോൺസുലേറ്റ് ജനറൽ ഒരു മെയ്ഡിനെ ബലാത്സംഗം ചെയ്തിരുന്നു. ഇതിലെ സംഭവം എന്തെന്നാൽ ആ സ്ത്രീ ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞ ആളുടെ വാട്സ്ആപ്പ് മെസ്സേജുകളും ഞാൻ ഇവിടെ ലിങ്കായി കൊടുക്കുന്നുണ്ട്. സെപ്റ്റംബർ 16 ഞാൻ ഇതേക്കുറിച്ച് ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ചേർക്കുന്നതാണ്. അത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതാണ്. ഞാൻ നിങ്ങളുമായി പങ്കുവച്ച ഈ വിവരങ്ങളെല്ലാം തന്നെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഈ വീഡിയോ പബ്ലിഷ് ആയതിനു ശേഷം മറ്റൊരു മിനിസ്ട്രിയിലെ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഒരു ഇൻസ്റ്റഗ്രാം ID ഉണ്ടാക്കുകയും അദ്ദേഹം എനിക്ക് ആദർശ് കുമാർ മിശ്രയുടെ ഒരു വീഡിയോ അയച്ചു തരികയും ഉണ്ടായി. അദ്ദേഹം കംബോഡിയയിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ ഫിസിക്കലായി അസോൾട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. ഇപ്പോൾ ആ വീഡിയോ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. ആ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം താമസിച്ചിരുന്ന കംബോഡിയയിലെ സ്ഥലത്ത് നിന്നാണ്. ഇതേ വീഡിയോ എംബസിയിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ എനിക്ക് അയച്ചതിന് ശേഷം ആ അക്കൗണ്ട് അദ്ദേഹം ഡിലീറ്റ് ചെയ്തു. ഈ വീഡിയോ ഇപ്പോൾ ഓൺലൈനിലുണ്ട്. പക്ഷേ ആദർശിനെതിരെ ഒരു നീക്കവും ഇതുവരെ എടുത്തിട്ടില്ല. ഇതിനുശേഷം മറ്റൊരു കാര്യം കൂടി നടക്കുകയുണ്ടായി. അത് ഞാനിപ്പോൾ തന്നെ നിങ്ങളുമായി പറയാം. അത് ബി വൻലാൽ വാവനെ കുറിച്ചാണ്. ഇതാണ് ഞാൻ പറയുന്ന ആ വീഡിയോ. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിലും കാണാൻ സാധിക്കും. ഇതാണ് ലഭിച്ചിരിക്കുന്ന ലൈക്സ്. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കാണാൻ പറ്റും. ആരൊക്കെയാണ് എന്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുത്തിരിക്കുന്നത്. യാതൊരു കാരണവശാലും എംബസിയോ കോൺസുലേറ്റ് ജീവനക്കാരോ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷെ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്കു എംബസിയിൽ നിന്ന് ഒരു വ്യക്തി എന്റെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ അറിയാൻ പറ്റും. ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് അറിയാമോ? ഈ വീഡിയോ ലൈക്ക് ചെയ്ത വ്യക്തി ബി വൻലാൽ വാവനെയാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ അക്കൗണ്ട് ഹോൾഡർ എന്റെ വീഡിയോ ലൈക്ക് ചെയ്തത്. സാധാരണ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഇതേപോലുള്ള ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ലോക്കൽ ആയിട്ടുള്ള ജോലിക്കാരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു സ്വദേശി ജോലിക്കാരി ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ലൈക്ക് കൊടുത്തിട്ടുള്ളത്. 99% എനിക്കറിയാം ആരാണ് ഈ സ്വദേശി ജോലിക്കാരി എന്ന്. ഞാൻ ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് കൂടി അറ്റാച്ച് ചെയ്യാം. അത് ഈ ജോലിക്കാരിയും ബി വൻലാൽ വാവനെയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. മിക്കവാറും ബി വൻലാൽ വാവന സ്ത്രീയെ ഹരാസ് ചെയ്തിട്ടുണ്ടാകാം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ വീഡിയോ വളരെ നന്നായി ആ സ്ത്രീക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഇദ്ദേഹം ബാക്കുവിൽ ഇന്റർപ്രറ്ററായി ജോലി നോക്കിയിരുന്നു. പക്ഷെ കാര്യങ്ങളുടെ നിജസ്ഥിതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും യാതൊരു ആക്ഷനും ഇതുവരെ ആരും എടുത്തിട്ടില്ല. ഇത് മാത്രമല്ല, ഇതിനു പുറമെ ഈ വീഡിയോകളെല്ലാം വളരെ വൈറലായി കഴിഞ്ഞു. ഇപ്പോൾ മറ്റൊരു സംഭവ വികാസം കൂടി നടന്നു. മറ്റൊരു കേസിനെ കൂടി കുറിച്ച് അറിയാൻ കഴിഞ്ഞു. ഇത് നടക്കുന്നത് ബംഗ്ലാദേശിലാണ്. ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ 3 ഉദ്യോഗസ്ഥർ ചേർന്ന് 2015 മൈനറായ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നു. ആ കുട്ടിയുടെ മൃതദേഹം കൊണ്ടുപോയത് ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ ഔദ്യോഗിക വാഹനത്തിലായിരുന്നു. ഈ കേസ് ബംഗ്ലാദേശ് കോടതിയിലുണ്ട്. ഈ കേസ് ഒന്നുകൂടി എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ ഈ കേസിന് മേൽ ഉദ്യോഗസ്ഥർ ഇതുവരെ യാതൊന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ബാഗ്ദാദ് കേസിലേക്ക് എത്തിയേക്ക് പോകാം. ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് വാടക 4 ഇരട്ടി ആക്കി എന്നാണ്. പക്ഷേ ഈ ഉദ്യോഗസ്ഥൻ എന്നോട് വാക്കാലാണ് പറഞ്ഞത്. അതുകൊണ്ട് അതൊരു തെളിവായി എടുക്കാൻ സാധ്യമല്ല. അതിനാൽ ഞാനൊരു RTI ഫയൽ ചെയ്യുകയുണ്ടായി. ഞാൻ RTI ഫയൽ ചെയ്തപ്പോൾ ഉദ്ദേശിച്ചത് അവർ എനിക്ക് യാതൊരു കാരണവശാലും ഒരു ഒഫീഷ്യൽ റിപ്ലൈ തരില്ല എന്നാണ്. ഞാൻ വിചാരിച്ചത് മിക്കവാറും അവർ റിപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും: ചില ഔദ്യോഗിക കാരണങ്ങൾ കൊണ്ടും മറ്റു ചില സെക്യൂരിറ്റി കാരണങ്ങൾ കൊണ്ടും ഞങ്ങൾക്ക് ഇതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകുവാൻ സാധ്യമല്ല. പക്ഷേ ഭാഗ്യവശാൽ വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ ബംഗ്ലാദേശിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം വഴി എനിക്ക് ഒരു ഉത്തരം ലഭിക്കുകയുണ്ടായി. വാടക 4 ഇരട്ടിയായിട്ടല്ല കൂട്ടിയത്, അത് 7 ഇരട്ടിയായിട്ടാണ് കൂട്ടിയത്. $2916 ഉണ്ടായിരുന്ന വാടക $20,800 ഉയർത്തിയിരിക്കുന്നു. 2013 ഈ വാടക ഉയർത്തൽ നടന്നത്. പ്രതിമാസമാണ് ഈ വാടക. RTI റിപ്ലൈ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നു. എനിക്കൊന്നും തന്നെ പറയാൻ കഴിയുന്നില്ല. ഞാൻ ഒന്നും തന്നെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഇത് കണ്ടു ബോധ്യപ്പെടാം എന്താണ് അവർ ചെയ്തത് എന്ന്. അവർ ഏതെങ്കിലും തരത്തിൽ സ്പെഷ്യലായ ഒരു രൂപമാറ്റം ആ ഒരു ബിൽഡിങ്ങിൽ വരുത്തിയിട്ടില്ല. അവരെന്തെങ്കിലും സ്പെഷ്യൽ ടെക്നോളജി കൊണ്ടുവന്നിട്ടില്ല. 7 ഇരട്ടി വാടകയാക്കുവാൻ വേണ്ട ഒന്നും അവർ അവിടെ ചെയ്തിട്ടില്ല.
ഇപ്പോൾ പോലും അവർ എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് അവർ എനിക്ക് തന്ന കുറിപ്പിൽ പറഞ്ഞിട്ടുള്ള വാടക ഉയർത്താൻ ചില കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു കാരണങ്ങളൊന്നും തന്നെ അവർ എനിക്ക് ഇതുവരെ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടില്ല. ഇതോടൊപ്പം എന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളെല്ലാം തന്നെ വൈറലാവുകയും ചെയ്തു. ഇത്രയധികം അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ ഉണ്ടായിട്ടും അവർക്കെതിരെ യാതൊരു നടപടിയും ആരും എടുക്കുന്നില്ല. ഇവരെല്ലാം ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്ന മിനിമം കാര്യമെങ്കിലും ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം ഞാൻ ചെയ്തത് നേരെ BJP ഓഫീസിലേക്ക് പോവുക എന്നതായിരുന്നു. അങ്ങനെ ഞാൻ അവരുടെ ഓഫീസിൽ എത്തുകയും അവിടെ ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കുകയും ചെയ്തു. അവിടെ ഞാൻ സംസാരിച്ചത് ഓഫീസ് ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുമായിട്ടാണ്. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്നെ സഹായിക്കാൻ താങ്കൾക്ക് പറ്റുമോ? അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൽ നിന്നൊരു സഹായം പ്രതീക്ഷിക്കേണ്ട, ഇത് കോടതി ഇടപെടേണ്ട കാര്യങ്ങളാണ്, കോടതിയിലേക്ക് പോകാൻ വേണമെങ്കിൽ. എന്തൊക്കെയാണെങ്കിലും വളരെ വിചിത്രമായ ഒരു ഉത്തരമായിരുന്നു. ഇവിടെ ഞാൻ ഒരു അഴിമതി തുറന്നു കാട്ടിയിട്ട് പോലും അവർ എന്നോട് പറഞ്ഞു അവർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല, ഞാൻ കോടതിയെ സമീപിക്കുന്നതാണ് നല്ലത് എന്ന്. പിന്നീട് ഞാൻ ശശി തരൂരിനെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ അനന്തരവന് എന്നെ നേരിൽ അറിയാമായിരുന്നു. ഞാൻ അയച്ച എല്ലാ മെസ്സേജുകളും ഈ അനന്തരവൻ വഴി ശശി തരൂരിന് ഫോർവേഡ് ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷെ അദ്ദേഹം ഒന്നും തന്നെ ചെയ്തില്ല. അദ്ദേഹം ഇതിനെക്കുറിച്ച് യാതൊരു താല്പര്യവും എടുക്കുകയുണ്ടായില്ല. അദ്ദേഹം സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നത് കേട്ടിട്ടില്ലേ, ബേട്ടി പിടാവോ ബേട്ടി ബച്ചാവോ, ആൺകുട്ടിയെ പഠിപ്പിക്കുക, പെൺകുട്ടിയെ രക്ഷിക്കുക. പക്ഷെ എന്നെ പോലുള്ള ആളുകളുണ്ട്, അവരുടെ കയ്യിൽ അഴിമതിയുടെ എല്ലാ രേഖകളും ഉണ്ടായിട്ട് പോലും, മാത്രമല്ല അത് സത്യസന്ധമായ രേഖകൾ ആയിട്ട് പോലും ഇവരെ പോലുള്ള ആളുകൾ മൗനമാണ് പാലിക്കുന്നത്. അദ്ദേഹവും ഇതിലൊന്നും ചെയ്തില്ല. ഞാൻ സഹായം തേടി ഒരുപാട് പേരെ സമീപിച്ചു. ഞാൻ എന്റെ ട്വീറ്റിംഗായി മുന്നോട്ടേക്ക് പോയി. അങ്ങനെ എനിക്ക് ജനുവരി 13, 2025 എന്റെ ഒരു ട്വീറ്റ് വളരെയധികം വൈറലായി. അങ്ങനെ എന്റെ ഒരു ട്വീറ്റ് വൈറലായതിനു ശേഷമാണ് മറ്റൊരു സത്യം ഞാൻ അറിയുന്നത്, എസ് ജയശങ്കർ അഴിമതിക്കാരനാണ് എന്ന്. എന്റെ ട്വീറ്റ്സ് വൈറലായതിനു ശേഷം ഒരു പേജ്, കൂർപഞ്ച് എന്നായിരുന്നു ആ ട്വിറ്റർ അക്കൗണ്ടിന്റെ പേര്, ഒരു വ്യക്തി ഈ പേജിൽ നിന്ന് എന്നെ ബന്ധപ്പെട്ടിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ഒരു അഴിമതി കേസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അത് പ്രിന്റ് മീഡിയയിൽ വന്നതുമാണ്. അത് രേണു പാലിന്റെ കഥയായിരുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ലഭിക്കുന്നതാണ്. ഇവർ ഓസ്ട്രേലിയയിലായിരുന്നപ്പോൾ 15 ലക്ഷം രൂപ വാടകയ്ക്ക് ഒരു പ്രോപ്പർട്ടി എടുത്തിരുന്നു. അതേപോലെ തന്നെ വ്യാജ രേഖകൾ സമർപ്പിച്ച് ധാരാളം അഴിമതികൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ വ്യക്തിയോട് തിരികെ ഇന്ത്യയിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ഈ വ്യക്തിയെ ഇന്ത്യ തിരികെ വിളിക്കുകയുണ്ടായി. എന്റെ ഈ പോസ്റ്റ് കണ്ടതിന് ശേഷമാണ് അവർ എനിക്ക് മറ്റു ചില വിവരങ്ങൾ നൽകിയത്. ഇവരെ ഇന്ത്യയിലേക്ക് വിളിപ്പിച്ചതിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ, ഇതിനെക്കുറിച്ചുള്ള ലിങ്കുകൾ ഞാനിവിടെ കൊടുക്കുന്നു, അവരെ തിരികെ വിളിക്കുകയും കൂടാതെ അവർക്ക് പ്രൊമോഷൻ കൊടുക്കുകയും അവരൊരു പുതിയ ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻചാർജായി നിയമിക്കുകയും ചെയ്തു. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് നെസ്റ്റ് എന്നായിരുന്നു. ഈ ഡിപ്പാർട്ട്മെന്റ് എസ് ജയശങ്കറിന്റെ ബ്രെയിൻ ചൈൽഡ് ആയിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് എസ് ജയശങ്കർ ഈ മേഡത്തോട് പറഞ്ഞു, പേടിക്കേണ്ട, എല്ലാ കാര്യങ്ങളും പുറത്തു വന്നു, പക്ഷെ അതൊന്നും ഒരു പ്രശ്നമാക്കേണ്ടതില്ല, ജനം ഇതിനെക്കുറിച്ചൊന്നും വേവലാതിപ്പെടാൻ പോകുന്നില്ല, ഞാൻ താങ്കൾക്ക് വേണ്ടി ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് ഒരുക്കിയിട്ടുണ്ട്, താങ്കൾ അവിടെ പോയി ജോലി ചെയ്യും. താങ്കളോട് ആരും തന്നെ ഈ സംഭവത്തെ കുറിച്ചിട്ട് ഒരു ചോദ്യങ്ങളും ചോദിക്കുകയില്ല. ഇതോടൊപ്പം എസ് ജയശങ്കർ കൊടുത്ത ഒരു ഇന്റർവ്യൂ ലിങ്ക് ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നു. ഈ ലിങ്ക് ജയശങ്കർ ANIക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ്. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എസ് ജയശങ്കർ പ്രൈം മിനിസ്റ്ററെ കുറിച്ച് വളരെ ഉയർത്തിയാണ് സംസാരിക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അദ്ദേഹം പ്രൈം മിനിസ്റ്റർ മോഡിയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണെന്ന്. പക്ഷെ വളരെ അടുത്ത കാലത്ത് പ്രസിഡന്റ് ട്രംപിന്റെ പ്രസിഡൻഷ്യൽ സെറമണിയിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇത് നടക്കുമ്പോഴും ജയശങ്കറിന് വളരെ നന്നായി അറിയാമായിരുന്നു ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്ററെ ഈ ചടങ്ങിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന്. അദ്ദേഹം ഇന്ത്യയോട് നീതി പുലർത്തിയിരുന്നു എന്ന് ആലോചിക്കുക. അദ്ദേഹം പലപ്പോഴായി പറയുന്നത് താൻ പ്രധാനമന്ത്രി മോഡിയുടെ വളരെ വിശ്വസ്തനാണെന്നാണ്. ആയതിനാൽ ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല ചെയ്തത്. കാരണം ഇതിന്റെ ചെലവ് പൊതു ഖജനാവിൽ നിന്നാണ് പോകുന്നത്. ഇത് നാട്ടുകാരുടെ പൈസയല്ലേ ഈ യാത്രയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ യാത്രയും അദ്ദേഹത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും പബ്ലിക്കിന്റെ പൈസയിൽ നിന്നുമാണ് പോകുന്നത്. ഇത് മാത്രമല്ല, അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം ഒരു സ്പെഷ്യൽ വീഡിയോ കൂടി ചെയ്യുന്നു. ഞാൻ ആ വീഡിയോയുടെ ലിങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും ആ വീഡിയോ കാണുവാൻ പറ്റും. ഒരു പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രിയാണ് ആ പ്രസിഡൻഷ്യൽ സെറമണിയിൽ പങ്കെടുത്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ കുറച്ചുകൂടി സെൻസിബിൾ ആയേനെ. ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയതിന് പിന്നിൽ എന്താണ് അത് തെളിയിക്കുന്നത്? ഇത് എസ് ജയശങ്കറിന് വേണ്ടി ചെയ്ത് വെറും ഒരു PR വർക്ക് മാത്രമാണ്, വേറെ മറ്റൊന്നുമല്ല ഇത് തെളിയിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മറ്റൊരു കാര്യം കൂടി കാണാൻ കഴിയും. എസ് ജയശങ്കർ ഒരു ഉയർന്ന നയതന്ത്രജ്ഞൻ ആണെങ്കിലും വളരെ കാലത്തെ പരിചയസമ്പത്ത് ഉണ്ടെങ്കിലും അദ്ദേഹം പലയിടത്തും ഒരു ഉപവാക്യം ഉപയോഗിക്കുന്നു, യു നോ എന്ന്. വളരെയധികം പരിചയസമ്പത്തുള്ള ഒരു നയതന്ത്രജ്ഞനിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി ഉയർന്ന ഒരു വാക്ചാതുര്യമല്ലേ പ്രതീക്ഷിക്കുക? കുറച്ചുകൂടി സാങ്കേതികവും ഉചിതവുമായ പദപ്രയോഗങ്ങളല്ലേ നാം എല്ലാവരും പ്രതീക്ഷിക്കുക? ഇതുപോലെ ഒരു പദപ്രയോഗം സാധാരണ ഈ ഒരു 10 വയസ്സുകാരനിൽ നിന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതുപോലെ യു നോ എന്ന ഒരു വാക്യത്തെ കൊണ്ട് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു വിശകലനവും ചിന്താഗതിയും അധികാര പരിവേഷവും മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നാണ്. ഇതേപോലെ എസ് ജയശങ്കറിന്റെ മറ്റൊരു ഇന്റർവ്യൂ കൂടിയുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നു. ഇതേപോലെ മറ്റൊരു പത്രപ്രവർത്തകന് കൊടുത്തൊരു ഇന്റർവ്യൂ ആണത്. അദ്ദേഹം ഈ ഇന്റർവ്യൂവിൽ പറയുന്നത് അദ്ദേഹത്തിന് എല്ലാ ഇന്ത്യക്കാരെ കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യക്കാർക്ക് കുറച്ചുകൂടി ചെറിയ വിലയ്ക്ക് പെട്രോൾ വാങ്ങുവാൻ സാധ്യമാകണം. എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടതില്ല എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ചെറിയ പൈസയ്ക്കാണ് നമ്മൾ പെട്രോൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത്. പക്ഷേ ഈ വിലയ്ക്ക് അല്ല ഇന്ത്യക്കാർക്ക് പെട്രോൾ ലഭിക്കുന്നത് എന്ന് മാത്രം. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വെറും ഒരു ആലോചിക്കാതെയുള്ള മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ്. ഇതേ ഇന്റർവ്യൂവിൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒരു മൺവെട്ടിയെ നമ്മൾ മൺവെട്ടി എന്ന് പറയുക തന്നെ ചെയ്യണം. ഭീകര പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട്, പുറത്ത് പറയേണ്ടതുണ്ട്. തെറ്റായ കാര്യങ്ങൾക്കെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട്. നമ്മൾ കൂടുതലായി സംസാരിക്കുക വേണം.
എനിക്കിവിടെ ഒരു കാര്യമാണ് ചോദിക്കേണ്ടത്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ഒരു കൊല്ലമായി ഞാനത് അനുഭവിക്കുകയാണ്. ഞാൻ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തു. അതൊരു ഭീകര പ്രവർത്തനമല്ല. എന്റെ കയ്യിൽ വളരെയധികം തെളിവുകൾ ഉണ്ടായിട്ടും അവർ എന്നെ നശിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത്. എന്നെ അവർ പിന്തുടരുന്നു. ഞാൻ മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയാം. അദ്ദേഹം പറഞ്ഞല്ലോ മൺവെട്ടി എന്ന് തന്നെ വിളിക്കണമെന്ന്. ഞാൻ പറയാൻ പോകുന്നത് 2024 UN റെസിഡന്റ് കോർഡിനേറ്റർ നടത്തിയ ചില പരാമർശങ്ങളെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടുന്നുണ്ട്, അത് അവസാനിപ്പിക്കണം. UN റെസിഡന്റ് കോർഡിനേറ്റർ ഒന്നും തന്നെ വളരെ മോശമായി സംസാരിച്ചിട്ടില്ല, വളരെ ചെറിയ രീതിയിൽ സംസാരിച്ചു പോയതേ ഉള്ളൂ. പക്ഷെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അതൊരു വലിയ ഭൂകമ്പമായി മാറ്റി. മറ്റ് ഏജൻസികൾ ഇന്ത്യയെ കുറിച്ചിട്ട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടുള്ളതല്ല എന്ന തിട്ടൂരം അവർ ഇറക്കി. അത്തരം ഏജൻസികൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പാടുള്ളതല്ല. ഞാൻ ഇവിടെ ഈ പറഞ്ഞ ആർട്ടിക്കിളും ആ ഒരു പോസ്റ്റും ഒക്കെ ഉൾപ്പെടുത്താം. അതിന്റെ ലിങ്ക് ഇവിടെ ചേർക്കുന്നതാണ്. UN റെസിഡന്റ് കോർഡിനേറ്റർ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്താൽ ബോധ്യപ്പെടാവുന്നതാണ്. സത്യാവസ്ഥ എന്തെന്നാൽ നമ്മുടെ നാട്ടിൽ വിദേശികൾ പോലും റേപ്പ് ചെയ്യപ്പെടുന്നു. ഇവിടെ കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കൊടുക്കുന്നതിന് പകരം ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് കുറെ കൂടി ബോധവാന്മാരാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ ഇതൊന്നും തന്നെ ചെയ്യാതെ ഇവർ പറയുന്നു മറ്റുള്ളവർ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പരാമർശിക്കാൻ പാടുള്ളതല്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അവർ എനിക്കൊരു വലിയ ഡോക്യുമെന്റ് ആണ് അയച്ചു തന്നത്. അവർ പിന്നെയും ആവർത്തിക്കുകയും തെളിയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഞാനൊരു തെറ്റുകാരനാണ് എന്നാണ്. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അഴിമതിക്കാരായ ജോലിക്കാരെ ഞാൻ അഴിമതിക്കാരെന്ന് വിളിച്ചു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അഴിമതിക്കാരായ ജോലിക്കാരെ അഴിമതിക്കാർ എന്ന് വിളിച്ചതുകൊണ്ട് ഇന്ത്യയുടെ ചിത്രം മറ്റുള്ള ആളുകളുടെ മുൻപിൽ മോശമാക്കി എന്നാണോ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഒരുപക്ഷെ അവർക്ക് വേണ്ടിയിരുന്നത് വളരെ അഴിമതിക്കാരനായ ഒരു ജോലിക്കാരനെ ആയിരുന്നായിരിക്കാം. പിന്നീട് ഈ ഡോക്യുമെന്റിൽ അവർ പറയുന്നു ലൈംഗിക പീഡന കേസുകൾ അവർ വളരെ സീരിയസ് ആയി തന്നെ കാണുമെന്നും ആക്ഷൻ എടുക്കുമെന്നും. ഇനി ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് മറ്റ് 2 ലൈംഗിക പീഡന കേസുകളെ കുറിച്ചാണ്. ഒരു പീഡനം നടക്കുന്നത് 2019 അത് വാരണാസിയിൽ വെച്ചാണ് നടക്കുന്നത്. അവിടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടി ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഇത് നടക്കുന്നത്. പരിപാടിക്ക് കുറെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. കുറെ വിദ്യാർത്ഥി വോളണ്ടിയർമാരും ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു. ഒരു വിദ്യാർത്ഥി വോളണ്ടിയർ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് താരാചന്ദ് ഗുജ്ജാർ ഈ ഒരു മന്ത്രിയുടെ ഉദ്യോഗസ്ഥനാൽ പീഡിപ്പിക്കുകയുണ്ടായി. അത് വാരണാസിയിലെ ഒരു ദിനപത്രം മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഒരു IPS ഓഫീസർ മുഖേന വാർത്ത മറ്റ് പ്രമുഖ ദിനപത്രങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി ആരും തന്നെ അത് റിപ്പോർട്ട് ചെയ്തില്ല. പിന്നീട് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ സംഭവിച്ചതായി അറിവില്ല. ഈ കേസ് വിജിലൻസ് സെഷനിലേക്ക് പോയിട്ടുണ്ട്, പക്ഷെ ഒന്നും തന്നെ നടന്നിട്ടില്ല. ആ കുട്ടി പുറത്തു വന്ന് തനിക്ക് നേരിട്ട ദുരനുഭവം വെളിപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു ലൈംഗിക പീഡനം ഇവിടെ മിനിസ്ട്രിയുടെ ഉള്ളിൽ തന്നെയാണ് നടന്നത്. ഒരു 25 വയസ്സുള്ള പെൺകുട്ടിയെ ഒരു 45 വയസ്സുള്ള മധ്യവയസ്കൻ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് പിറകെ നടന്നു ദുരവിച്ചു. ഈ പെൺകുട്ടി ഒരുപാട് തവണ ഈ വ്യക്തിയെ വിലക്കിയെങ്കിലും ഇയാൾ ആ പെൺകുട്ടിയെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ ഒരു ദിവസം ഈ പെൺകുട്ടിയുടെ പിന്നാലെ ബാത്റൂമിലേക്ക് ഇയാൾ ഒളിച്ചു പോയി. പെൺകുട്ടി അവിടെ ചെന്നപ്പോൾ ബാത്റൂമിൽ അയാൾ ഉണ്ടായിരുന്നു. ഇയാളെ കണ്ട മാത്രയിൽ പെൺകുട്ടി ഒച്ച വെച്ച് പുറത്തേക്ക് ഓടി. ഈ സ്ത്രീ പുറത്തേക്ക് ഓടിയപ്പോൾ ഈ വ്യക്തി ഈ സ്ത്രീയുടെ കൂടെ സെഷൻ വരെ അവരെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം ഗത്യന്തരമില്ലാതെ ആ സ്ത്രീ പരാതി നൽകി. ആ പരാതിയിൽ ആ സ്ത്രീ എഴുതിയിരിക്കുന്നത് വേണമെങ്കിൽ വീഡിയോ റെക്കോർഡിംഗ് CCTV ചെക്ക് ചെയ്യാമെന്നാണ്, തെളിവുകൾ ഉണ്ട് എന്നാണ്, അത് ചെക്ക് ചെയ്താൽ ബോധ്യമാകുമെന്നാണ്. പക്ഷേ ആരാണ് ഈ വീഡിയോ റെക്കോർഡിംഗ് പുറത്തുവിടാൻ പോകുന്നത്? ഇദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റു ഉദ്യോഗസ്ഥർ മൊഴി നൽകി. അന്നേ ദിവസം എല്ലാ ക്യാമറകളും ഓഫായിരുന്നു, പ്രവർത്തനരഹിതമായിരുന്നു. 3 കൊല്ലമായി ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വ്യക്തി അയാളുടെ മൊഴിയിൽ പറയുന്നത് ഈ പെൺകുട്ടിയുടെ അമ്മയും ചേട്ടനും ഇയാളോട് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നു എന്നാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണും എന്താണ് ശരിക്കും ഉണ്ടായിട്ടുണ്ടാവുക എന്ന്. എങ്ങനെയാണ് ഒരു അമ്മയും ഒരു ചേട്ടനും 45 വയസ്സുള്ള ഒരു മധ്യവയസ്കനോട് 25 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് നിർബന്ധിക്കുക? ഈ വ്യക്തിക്കെതിരെ ഈ പെൺകുട്ടി മാത്രമല്ല പരാതി കൊടുത്തിരിക്കുന്നത്, മറ്റൊരു പെൺകുട്ടിയും ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഈ വ്യക്തിക്കെതിരെ ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. ഞാൻ S. ജയശങ്കറെ കുറിച്ച് സംസാരിച്ചുവല്ലോ. നയതന്ത്ര സമൂഹത്തിൽ ഏതെങ്കിലും സോളിഡാരിറ്റി നിലനിൽക്കുന്നുണ്ടെങ്കിൽ മനുഷ്യാവകാശങ്ങളെ മുൻനിർത്തി S. ജയശങ്കറെ മറ്റു വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രയിൽ നിന്ന് വിലക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഞാൻ ആത്മാർത്ഥമായി എന്റെ ജോലി ചെയ്തിരുന്നത് എന്നാണ്. ചില സംഭവങ്ങൾ ഞാൻ പറയാം. ഞാൻ ബ്രസീലിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു അപകടം സംഭവിച്ചിരുന്നു. ഒരു കപ്പൽ ജീവനക്കാരൻ കപ്പലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപകടം അദ്ദേഹത്തിന് സംഭവിച്ചു. ആ വ്യക്തിയുടെ തലയ്ക്കാണ് പരിക്ക് പറ്റിയത്. ഹരീഷ് ബക്സലയ്ക്ക് പോർച്ചുഗീസ് വശമുണ്ടായിരുന്നില്ല. ആയതുകൊണ്ട് എന്നോടാണ് ആശുപത്രി ജീവനക്കാരുമായി പോർച്ചുഗീസ് ഭാഷയിൽ സംസാരിക്കാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ അവരുമായി സംസാരിച്ചതുകൊണ്ട് ആ വ്യക്തിക്ക് ഉടനെ തന്നെ ചികിത്സ ലഭിക്കുകയും ചെയ്തു. ഞാൻ അതേക്കുറിച്ചുള്ള വാട്സ്ആപ്പ് മെസ്സേജ് ഇവിടെ കൊടുക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗം ഇന്ത്യയിൽ തന്നെ എല്ലാവർക്കും മാനുഷി ചില്ലറിനെ അറിയാം. അദ്ദേഹം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മിസ് വേൾഡിൽ പങ്കെടുത്തതാണ്. അതേസമയം അവരെ പോലെ തന്നെ ബ്രസീലിനെ പ്രതിനിധീകരിക്കുന്ന മറ്റൊരു മത്സരാർത്ഥി കൂടി ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ പേരാണ് ഗബ്രിയേലെ. ഈ വ്യക്തിയും കോൺസുലേറ്റിൽ വന്നിരുന്നു. ഇന്ത്യൻ വിസയുടെ ആവശ്യത്തിന് അദ്ദേഹം അവിടെ വന്നപ്പോൾ അവർക്ക് 1 മണിക്കൂറിൽ കൂടുതൽ ചെലവഴിക്കേണ്ടതായി വന്നു. ഹരീഷ് ബക്സല ജോലി സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, എവിടെയോ കറങ്ങി നടക്കുകയായിരുന്നു. അതായിരുന്നു കാരണം. ഈ വ്യക്തി അവിടെ കാത്തിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ അദ്ദേഹവുമായി കുറച്ച് സംസാരിക്കുകയുണ്ടായി. കാരണം അവിടെ അദ്ദേഹം വെറുതെ കാത്തിരിക്കുകയാണല്ലോ. ഈ വ്യക്തി അവരുടെ പാസ്പോർട്ട് എല്ലാം അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം നിർഭാഗ്യവശാൽ അത് തിരിച്ചെടുക്കാൻ മറന്നുപോയി. പിന്നീട് 6-7 മാസങ്ങൾക്ക് ശേഷം ഞാൻ ഇതേപറ്റി സംസാരിച്ചപ്പോൾ അവർ വന്ന് പാസ്പോർട്ട് കൈപ്പറ്റുകയും ചെയ്തു. അവരും എനിക്ക് വേണ്ടി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എന്നെ സഹായിക്കാമെന്നും ഏറ്റിട്ടുണ്ട്.
ഇതിന് പുറമെ ഞാൻ മറ്റൊരു വ്യക്തിയെ കൂടി സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ദീപക് പോർ. ഈ വ്യക്തിയെ ഗായത്രി ഗോസൈൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇദ്ദേഹം കോൺസുലേറ്റിന്റെ സർവീസസിന് വേണ്ടി കോൺസുലേറ്റിൽ വന്നതാണ്. അറിയാതെ കുറച്ചധികം പണം അവിടെ ഡിപ്പോസിറ്റ് ചെയ്യുകയുണ്ടായി. അതും കോൺസുലേറ്റിന്റെ അക്കൗണ്ടിലാണ് ഡിപ്പോസിറ്റ് ചെയ്തത്. ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോഴാണ് ഇദ്ദേഹം ഈ പൈസ അവിടെ ഡിപ്പോസിറ്റ് ചെയ്തത്. ഞാൻ ഒരു നോട്ട് എഴുതി കൊടുക്കുകയും ചെയ്തു ഇദ്ദേഹത്തിന് പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഗായത്രി ഗോസൈൻ അതിനെതിരെ സംസാരിക്കുകയുമുണ്ടായി. അതിൽ സൈൻ ചെയ്യുകയില്ല എന്ന് പറയുകയും ചെയ്തു. ഇദ്ദേഹം ഗായത്രി ഗോസൈനോട് നിരവധി തവണ സംസാരിക്കുകയും നിരവധി ഇമെയിലുകൾ അയക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ഒരിക്കൽ ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഒരിക്കൽ അദ്ദേഹം കോൺസുലേറ്റിൽ വന്നപ്പോൾ ഗായത്രി ഗോസൈൻ അയാളോട് പറയുകയും ചെയ്തതാണ്, ഞങ്ങൾ നിങ്ങളുടെ പണം തിരികെ തരാമെന്ന്. ഇങ്ങനെ തിരികെ തരാമെന്ന് പറഞ്ഞ ഉറപ്പിന്മേൽ അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. ഇദ്ദേഹം വരുന്നത് സാവോ പോളോ എന്ന സ്ഥലത്ത് നിന്ന് വളരെ ദൂരത്തുള്ള ഒരു സ്ഥലത്ത് നിന്നാണ്. പക്ഷേ ഗായത്രി ഗോസൈൻ ഈ വ്യക്തിക്ക് ഒരു ഇമെയിൽ അയക്കുന്നു. അതിൽ പറയുന്നു, നിങ്ങൾക്ക് ഈ പൈസ തിരികെ തരുവാൻ നിർവാഹമില്ല. അതിന് വളരെ ബാലിശമായ കാര്യങ്ങൾ നിരത്തുന്നു. അങ്ങനെ ഈ വ്യക്തി എന്റെ സഹായം തേടി എന്റെ പക്കൽ വരുന്നു. ഞാൻ അദ്ദേഹത്തെ കോൺസുലേറ്റിൽ ജോലി ചെയ്യുമ്പോൾ സഹായിച്ചിട്ടുണ്ട്. ഒരു വലിയ മെയിൽ ഞാൻ അയക്കുന്നു, എങ്ങനെയാണ് ഈ പൈസ തിരിച്ചു കിട്ടുക എന്നതിനെ കുറിച്ച്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നു. അവസാനം ആ പൈസ അയാൾക്ക് തിരികെ ലഭിക്കുന്നു. ഇങ്ങനെയാണ് എംബസിയും കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരും അവിടെ ജോലി ചെയ്യുന്ന ആളുകളെ, ഇന്ത്യക്കാരെ, ബാക്കിയുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്. ഇതിനു പുറമെ അവിടെ വന്ന ഒരു യുവതിയെ ഹരീഷ് ബക്സല പീഡിപ്പിച്ചിട്ടുണ്ട്. ഒരു ബ്രസീലിയൻ യുവതിയായിരുന്നു അത്. വളരെ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയായിരുന്നു അവിടെ വന്നത്. ഒരു ഉപ്പിന്റെ കാര്യമായിട്ടാണ് അവിടെ അവർ വന്നത്. ഈ സ്ത്രീയുടെ മാതാപിതാക്കൾക്ക് ഗോവയിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷെ വളരെ പെട്ടെന്ന് മാതാപിതാക്കൾക്ക് മരണം സംഭവിച്ചു. ഹരീഷ് ബക്സല ഈ സ്ത്രീയോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. അതിന്റെ റെക്കോർഡിംഗ് ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ്. ബ്രസീലിലുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത ഉയർത്തി കാണിച്ചതാണ്. എനിക്ക് തോന്നുന്നത് ആ വ്യക്തിക്ക് നീതി കിട്ടും എന്നാണ്. കാരണം വളരെ അസാധാരണമായ ഒരു സംഭവമാണ്. ഹരീഷ് ബക്സല ദീപക് പോറിനോട് വളരെ മോശമായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയെ പറ്റി പോലും വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന്റെ പേര് മൻമോഹൻ എന്നാണ്. ഇദ്ദേഹത്തെയും ഹരീഷ് ബക്സല ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. നിങ്ങൾ ആരും തന്നെ ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ കോൺസുലേറ്റ് ഇത്തരം ഉദ്യോഗസ്ഥരെ ഇനിയുള്ള കാലങ്ങളിൽ വീണ്ടും നിയമിക്കും. ഇത്തരം ഉദ്യോഗസ്ഥരിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ആയതിനാൽ അവസാനമായി ഞാൻ വീഡിയോ നിർത്തുന്നതിന് മുൻപ് നിങ്ങളോട് പറയുന്നു, ഞാൻ എൻ്റെ മാതാപിതാക്കളോടും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയോടും ഇവിടെ ക്ഷമ ചോദിക്കുന്നു. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി ഈ ലോകത്തിന്റെ മറ്റൊരു ദിശയിൽ നിന്നും യാത്ര ചെയ്ത് വന്നതാണ്. ഒരുപാട് ശുഭപ്രതീക്ഷകളുമായി ഇവിടെ വന്ന അദ്ദേഹം ഒത്തിരിയധികം കാര്യങ്ങൾ അനുഭവിക്കുകയുണ്ടായി. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി ഒരുപാട് ഭയപ്പെട്ടു. ഞാൻ ഇങ്ങനെയൊന്നുമല്ല കാര്യങ്ങളെ കണ്ടിരുന്നത്. എന്നും എന്റെ ദേശത്തിന്റെ മുദ്രാവാക്യം വസുദൈവ കുടുംബകം, ലോകം മുഴുവൻ ഒരു കുടുംബമാണ് എന്നായിരുന്നു. ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. നമ്മളൊരു സിവിൽ സർവന്റിനെതിരെ പരാതി നൽകി കഴിഞ്ഞാൽ ഈ മുദ്രാവാക്യമെല്ലാം അർത്ഥശൂന്യമായി മാറും. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയുടെ മാതാപിതാക്കളോട് എനിക്ക് ക്ഷമ ചോദിക്കണം. ഞാൻ കാരണമാണ് അദ്ദേഹം ഇവിടെ വരാൻ കാരണമായത്. ഇപ്പോൾ അവർ മടുത്ത് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഞാൻ ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചിരുന്നില്ല. ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ഇതെല്ലാം സംഭവിച്ചു പോയി. അവസാനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും പിന്നെ രാഹുൽ ഗാന്ധിയോടും എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് അഴിമതിക്കാരായ സിവിൽ സർവന്റിനെതിരെ പരാതി പറയാൻ സാധിക്കുകയില്ലേ? അതോ നമ്മൾ ഇത്തരം സിവിൽ സർവന്റ് ഭരിക്കുകയാണോ വേണ്ടത്? ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുമെന്ന്. എനിക്ക് എന്തെങ്കിലും പ്രതികൂലമായി സംഭവിച്ചാൽ ഈ മിനിസ്ട്രിയിലെ ഉദ്യോഗസ്ഥരാണ് ഉത്തരവാദികൾ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടതാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ഇന്ത്യക്കാർ കാണുമെന്ന വിശ്വാസത്തോടു കൂടിയാണ്. ഇത് ലോകം മുഴുവനുള്ള ജനത കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ ഇതേക്കുറിച്ച് പരിതപിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഭാവിയിൽ നടക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ഇന്ത്യക്കാരനും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ. എന്റെ രാജ്യം ഇനിയും വളരട്ടെ. ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. എല്ലാ കാര്യങ്ങളും ശരിയാകും. അത്രയേ ഉള്ളൂ പറയാൻ. താങ്ക് യു. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം മറക്കേണ്ട. ഒരു മെഡിക്കൽ എമർജൻസി കുടുംബത്തിലെ ഒരു അംഗത്തിന് വന്നാൽ പോലും അത് കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന ചില സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് 51-ലധികം കമ്പനികളിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ഇൻഷുറൻസ് പ്ലാൻ 25% വരെ ഡിസ്കൗണ്ടോടെ ഇപ്പോൾ ഓൺലൈനായി എടുത്തു വെക്കാവുന്നതാണ്. ഓൺലൈൻ വഴി എടുക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, നേരിട്ട് എടുക്കുന്നതാണ് കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്ത് നേരിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി വീട്ടിലിരുന്ന് കാര്യങ്ങൾ സംസാരിച്ച് സംശയങ്ങൾ ദൂരീകരിച്ച് ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്.